സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഡ്രോയിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളാണ് പഠിക്കുന്നത്. വരയ്ക്കാൻ അറിയുന്ന ഒരാൾക്കും വരയ്ക്കാൻ അറിയാത്തവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ഡ്രോയിങ് ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പറോ, റഫായിട്ട് യൂസ് ചെയ്യുന്ന ഏത് പേപ്പറായാലും വേണ്ടില്ല, ആ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ലൈൻസ് ആദ്യം വരച്ച് പ്രാക്ടീസ് ചെയ്യും. ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് കൈ നന്നായിട്ട് ഫ്രീ ആയിട്ട് പിടിക്കുക. എന്നിട്ട് കൈ വിടാതെ ലൈൻസ് വരച്ചുകൊണ്ടിരിക്കുക. അത് ഏത് ഷേപ്പിലുള്ള ലൈൻസ് ആയാലും കുഴപ്പമില്ല, ലൈൻസ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എറൈസർ യൂസ് ചെയ്യരുത്. ലൈന് തെറ്റിക്കോട്ടെ, വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകൾക്കനുസരിച്ച് നിങ്ങൾക്ക് ലൈനിൻ്റെ ഷേപ്പിലും വ്യത്യാസം വരുത്താൻ പറ്റും കേട്ടോ. ഇനി വരച്ച് കഴിഞ്ഞിട്ടുള്ള ലൈൻസിൻ്റെ മുകളിൽ കൂടെ തന്നെ വീണ്ടും കൈവിടാതെ പെൻസിൽ പതുക്കെ പിടിച്ചിട്ട് വീണ്ടും ലൈൻസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടിന്യൂ ആയിട്ട് 2 ഡേയ്സോ 3 ഡേയ്സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഷേപ്സുകൾ വരയ്ക്കാം. ഷേപ്സുകൾ വരയ്ക്കുമ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ഷേപ്സുകൾ നമുക്ക് വരച്ചു കൊടുക്കാം. സർക്കിളോ ട്രയാങ്കിളോ നമുക്കിഷ്ടമുള്ള ഷേപ്പിലുള്ള ചിത്രങ്ങളും വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ലൈൻസ് വരച്ചു കൊടുക്കാം. ഒന്ന് മുകളിലൊരു ലൈനും പിന്നെ താഴെ ഒരു ലൈനും. ആ ലൈനിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം. ആദ്യം ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു പേജ് മുഴുവനായിട്ട് വരയ്ക്കുക. ഈ ഒരു ഷേപ്പ് തന്നെയല്ല, വേറെ ഷേപ്പ് മാറ്റിയിട്ട് നമ്മളിങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കുക. ഇതും നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക. ഒരേ വലുപ്പത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി കഴിയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഇനി അടുത്ത സ്റ്റെപ്പാട്ടോ കാണിക്കുന്നത്. ഇത് ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. ആ ബോക്സിൻ്റെ സെൻട്രലായിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വൺ സൈഡിൽ നമുക്ക് നമുക്കിഷ്ടമുള്ള രീതിയിലുള്ള ഒരു ചിത്രം വരച്ചു കൊടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ചിത്രം വരയ്ക്കുക. ഇനി ചിത്രം തീരെ വരയ്ക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു പിക്ചർ സ്കെച്ച് ചെയ്ത് കൊടുക്കുക. വൺ സൈഡ് സ്കെച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ നോക്കി വരയ്ക്കുക. ഇതും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഇത് ഞാനിപ്പോൾ ഒരു പേജ് ചെയ്യുന്നുള്ളൂ, ഒരു ചിത്രം മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ ഇതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ആദ്യത്തെ 4 ദിവസത്തിൽ ഇതൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡ്രോയിങ്ങിൻ്റെ ബേസിക്കായിട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. വീണ്ടും നമുക്കിഷ്ടമുള്ള ഷേപ്സുകൾ, ചെറിയ ലൈൻസ്, വലിയ ലൈൻസ്, നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ കൈ ഫ്രീ ആയിട്ട് പിടിക്കുക. എറേസർ യൂസ് ചെയ്യാതെ വരച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഒരു 4 ദിവസം നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഡ്രോയിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വീണ്ടും വരും കേട്ടോ. വരയ്ക്കാൻ അറിയുന്നവർക്കും വരയ്ക്കാൻ അറിയാത്തവർക്കും ഇതൊരുപാട് ഹെൽപ്ഫുള്ളാവും.